know how a Nepo kid made into a pan-Indian star? I have huge respect for DQ. And maybe ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്കും അതുണ്ടാകും. അതൊരിക്കലും ഒരു ആരാധന ആയിരിക്കില്ല, മറിച്ച് ബഹുമാനമായിരിക്കും. നെപ്പോട്ടിസം വഴി വന്ന ഓൾമോസ്റ്റ് എല്ലാ ആക്ടേഴ്സും പരാജയപ്പെടുന്ന ഒരു കാര്യമാണ് സ്വന്തമായ ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. എന്ന് വെച്ചാൽ അവർ ഫിലിം ബാക്ക്ഗ്രൗണ്ട് ഫാമിലി കാരണമാണ് ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിൽക്കുന്നത് എന്ന രീതിയിലുള്ള ഒരു ചിന്ത ഒരിക്കലും ഒരു ഓഡിയൻസിന് വരരുത്. ആ ഒരു കാര്യത്തിൽ മലയാളം മൂവി ഇൻഡസ്ട്രിയിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരാൾ ദുൽഖർ സൽമാനാണ്. ഇന്ന് മാധവ് സുരേഷിന്റെ ട്രോളുകളും ഊക്കുകളും കിട്ടുന്നതിന്റെ 10 ഇരട്ടി ദുൽഖറിന് അദ്ദേഹത്തിന്റെ കരിയറിന്റെ തുടക്കത്തിൽ ലഭിച്ചിരുന്നു. ആൻഡ് സത്യം എന്താണെന്ന് വെച്ചാൽ അതിന് കാരണം അദ്ദേഹത്തിന്റെ മുഖം ആയിരുന്നു. വെൽക്കം ബാക്ക് ടു മോളിവുഡ് പൾപ്പ്. ലെറ്റ്സ് സീ DQ's എക്സൈറ്റിംഗ് ജേണി. ഒരു 2000ത്തിന്റെ തുടക്കത്തിലോ 90കളുടെ അവസാനത്തിലോ ജനിച്ച ഒരാളാണ് നിങ്ങളെങ്കിൽ DQവിനെ എല്ലാവരും ട്രോൾ ചെയ്യുന്ന, ബോഡി ഷെയിം ചെയ്തിരുന്ന, പ്ലാസ്റ്റിക് സർജറി എന്ന് പറഞ്ഞ് മീമുകൾ വരെ ഉണ്ടാക്കിയിരുന്ന, വളരെ പരിതാപകരമായി പല മലയാളികളും ചിന്തിച്ചിരുന്ന സമയം കൃത്യമായി നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. അറിയാത്തവർക്കും മറന്നുപോയവർക്കും വേണ്ടി ഞാനൊന്ന് ഓർമ്മിപ്പിക്കാം. അതായത് ഇന്നീ കാണുന്ന DQവിന് തുടക്കകാലത്ത് മോഹൻലാൽ മമ്മൂട്ടി ഫാൻ ഫൈറ്റ് കാരണം, അന്നത്തെ ഫാൻ ഫൈറ്റ് എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ പോലെ അല്ല, തലക്ക് പിടിച്ച താര ആരാധനയും അവർക്കെതിരെ ഒരു കോമ്പറ്റീഷനിൽ നിൽക്കുന്ന ആക്ടറിനെ ഒരു കാര്യവുമില്ലാതെ പീക്കിൽ വെറുപ്പുമായിരുന്നു പലർക്കും. ഇപ്പോഴത്തെ ജനറേഷനിലെ പിള്ളേരെ കുറ്റം പറയുന്ന പലരും അന്നൊരു പണിയുമില്ലാതെ ഒരു താരത്തെ വെറുത്ത് അവർക്കെതിരെ വളരെ മോശമായ വാക്കുകളിൽ ഓരോന്ന് എഴുതി FBയിൽ പോസ്റ്റ് ഇട്ട ആളുകളെയൊക്കെ മറന്നുപോയെന്ന് തോന്നുന്നു. ഈ ഒരു കാരണം കൊണ്ട് ഇവരിൽ ഒരാളുടെ മകനായതിനാലും ഒരു നെപ്പോ കിഡ് ആയതിനാലും ഒരുപാട് ഹേറ്റ് ദുൽഖറിന് തുടക്കകാലത്ത് കിട്ടി. തീവ്രമായിട്ടുള്ള ഹേറ്റ്. ഇതൊന്ന് നോക്ക്. 2014 കാലഘട്ടത്തിൽ DQ സിനിമയിലേക്ക് വന്നിട്ട് 2-3 വർഷമാവുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മുഖത്ത് പണ്ട് പ്ലാസ്റ്റിക് സർജറി ചെയ്തതാണ് എന്നുള്ള ഒരു കാരണത്താൽ ചെറിയ പ്രായത്തിലുള്ള ഈ ഒരു ഫോട്ടോ വെച്ച് പല ട്രോളുകളും ഉണ്ടായിരുന്നു. ഈ ഒരു പേജിന്റെ പേര് പോലും ഇതിനൊക്കെ ഇപ്പൊ എന്താ പറയാ. എന്തായാലും ഒരൊറ്റ നടനും ഇപ്പോ ഈ രീതിയിലുള്ള ഹെയ്റ്റൊന്നും എവിടുന്നും കിട്ടുന്നില്ല. മലയാളികൾ മാറി. അന്ന് അതെല്ലാം കേട്ട് തളർന്നിരുന്നിരുന്നെങ്കിൽ ഒരിക്കലും ഇന്നത്തെ പാൻ ഇന്ത്യൻ പദവിയിലേക്ക് DQ എത്തില്ലായിരുന്നു. നിങ്ങൾ അന്ന് കണ്ടിട്ടുള്ള ട്രോളുകളിൽ വല്ലതും ഓർമ്മയിൽ നിൽക്കുന്നുണ്ടോ? കമന്റ് ചെയ്ത്. 2012 DQ ആദ്യമായി ബിഗ് സ്ക്രീനിലേക്ക് എത്തുന്നത്. മുംബൈയിൽ ഒരു 3 മാസത്തെ ആക്ടിംഗ് വർക്ക്ഷോപ്പിൽ നിന്നും അഭിനയം പഠിച്ചാണ് മമ്മൂട്ടിയുടെ മകന്റെ സിനിമ എന്ന രീതിയിൽ അധികമൊന്നും മാർക്കറ്റ് ചെയ്യാതെ സെക്കൻഡ് ഷോ ഇറങ്ങുന്നത്. പോസിറ്റീവ് റിവ്യൂസ് വന്നൊരു സ്ലീപ്പർ ഹിറ്റായി മാറിയ സിനിമയ്ക്ക് ശേഷം അൻവർ റഷീദിന്റെ സംവിധാനത്തിൽ വന്ന ഇന്നും പലരുടെയും ഫേവറേറ്റ് സിനിമകളുടെ ലിസ്റ്റിൽ ഒന്നായി നിൽക്കുന്ന ദ ക്രിട്ടിക്കലി കൊമേഴ്ഷ്യലി സക്സസ് മൂവി ഉസ്താദ് ഹോട്ടൽ. അതിനുശേഷം തീവ്രം. അതിൽ ഇമോഷണൽ ആയിട്ടുള്ള ഒരു സീനിന് ട്രോള് കിട്ടിയെങ്കിലും സിനിമയിലെ മറ്റു പല ഇന്ത്യൻ സീനുകളിലും DQ നന്നായി തന്നെ ചെയ്തിരുന്നു. ദെൻ ABCD. ഇറ്റ് വാസ് എ ബിഗ് സക്സസ് ആൻഡ് ഒരു വേഴ്സറ്റൈൽ ആക്ടർ ആണെന്ന് പതിയെ കാണിക്കുകയായിരുന്നു ABCDയിലൂടെ ഹ്യൂമർ റോളുകൾ കൂടി ചെയ്തിട്ട്. ഈ മോൻ വന്നതേ ചുമ്മാ പോനല്ല. പൊറോട്ടയ്ക്ക് 4 സ്ഥിരം കസ്റ്റമേഴ്സിന് 3 ബീഫ് ഗ്രേവി ഫ്രീ പീസ് കിട്ടിയ ലോട്ടറി. അതിനുശേഷം അന്നത്തെ യൂത്തിന്റെ മനസ്സിളക്കിയ ബുള്ളറ്റിന്റെ സെയിൽസ് കേരളത്തിൽ കുതിച്ചുയരാൻ കാരണമായ NPCP. എന്റെ കയ്യിൽ പെട്രോൾ അടിക്കാനും ഫുഡ് അടിക്കാനുള്ള കാശുണ്ടാവില്ല, പിന്നെ എങ്ങോട്ടായാലും എനക്കെന്താ. യെസ്, സിനിമകൾ പ്രേക്ഷകരെ ഇൻഫ്ലുവൻസ് ചെയ്യും. കാരണം അന്ന് ഈ സിനിമ കണ്ടതുകൊണ്ട് മാത്രം ബുള്ളറ്റ് എടുക്കണമെന്നും റോഡ് ട്രിപ്പ് പോകണമെന്നും ആഗ്രഹിച്ചവരെയും പോയവരെയും എനിക്കറിയാം, നിങ്ങൾക്കും അറിയാലോ. പക്ഷേ ഈ ഒരു ഇറയിൽ ദുൽഖറിനൊരു ചീത്തപ്പേരുണ്ടായിരുന്നു. NPCB, ABCD, ഉസ്താദ് ഹോട്ടൽ, വിക്രമാദിത്യൻ, ബാംഗ്ലൂർ ഡേയ്സ്, ഈ സിനിമകളിലെല്ലാം ഒരു പ്രത്യേകത ഉണ്ട്: നാട് വിടുന്നത്. ആൻഡ് യെസ്, അത് കാരണവും കുറേ ട്രോളുകൾ. ഓൾമോസ്റ്റ് എല്ലാ പടത്തിലും ബാഗും പാക്ക് ചെയ്ത് നാട് വിടുന്നെന്ന ചീത്തപ്പേര് മാറിയത് CIAയിലാണ്. കാരണം അതിനുശേഷം അങ്ങനെ ഒരു സിനിമ വന്നിട്ടില്ല എന്നാണ് എന്റെ ഓർമ്മ. അല്ലല്ല, കിങ് ഓഫ് കൊത്തയിലെ ക്യാരക്ടർ ശരിക്കും നാട് വിടുന്നുണ്ടല്ലോ. ആളുകളൊക്കെ പിന്നീട് അത് മറന്നുപോയതാണെന്ന് തോന്നുന്നു. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും DQവിന്റെ സിനിമകൾക്ക് അന്നത്തെ യൂത്തിന്റെ സ്റ്റൈലിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ നന്നായിട്ട് സാധിച്ചിരുന്നു. ഫോർ എക്സാമ്പിൾ, ഈ നാടുവിടുന്ന കലാപരിപാടിയുള്ള ബാംഗ്ലൂർ ഡേയ്സ് ഇറങ്ങിയ സമയത്ത് അന്ന് DQ ധരിച്ച ആ തൊപ്പി ഒരു ട്രെൻഡ് സെറ്റർ ആവുകയും അത് എല്ലാ കടകളിലും അന്വേഷിച്ച് നടന്നിരുന്ന ഒരു കാലവും ഒട്ടുമിക്ക എല്ലാ 90s കിഡ്സിനും ഉണ്ടായിട്ടുണ്ടാകും. ആൻഡ് ഓഫ് കോഴ്സ് സം മൂവീസ് ലൈക്ക് ദിസ് ഊക്കർഹിച്ചവ തന്നെയായിരുന്നു. DQ ചെയ്ത ഓൾമോസ്റ്റ് എല്ലാ സിനിമകൾക്കും ഒരു ക്വാളിറ്റി ഉണ്ട്. മലയാളത്തിൽ ഫോർ എക്സാമ്പിൾ പറയാനാണെങ്കിൽ കമ്മട്ടിപ്പാടത്തിന്റെ 4 മണിക്കൂർ വേർഷന് വേണ്ടി കാത്തിരിക്കുന്നവർ ഇപ്പോഴുമുണ്ട്. കമ്മട്ടിപ്പാടവും ചാർലിയും കലിയും പറവയും DQനോടുള്ള മലയാളികളുടെ ഇഷ്ടം വലുതാക്കി. ഒരു വലിയ ഫാൻ ബേസും അപ്പോഴേക്കും ദുൽഖറിന്റെ സ്വന്തമായി.
ഈ ഒരു സമയത്ത് DQവിന്റെ പ്രൈം ഇറയിൽ തന്നെയായിരുന്നു മലയാളികളുടെ കണ്ണ് മറ്റൊരു നടനിലേക്ക് കൂടി ആകർഷിച്ചത്. ആൻഡ് ദാറ്റ് ഈസ് ദ നിവിൻ DQ ഇറ. ഇവർ രണ്ടുപേരും കരിയറിന്റെ സ്റ്റാർട്ടിങ്ങിൽ ചെയ്തിരുന്ന സിനിമകളുടെ ക്വാളിറ്റി വാസ് ഇൻസെയിൻ. പക്ഷേ ഇവിടെ വെച്ചോ അത് നിവിന് നഷ്ടമായി. നിവിൻ പോളിയുടെ ജാക്കബിന്റെ സ്വർഗരാജ്യം ഇറങ്ങി 8 മാസത്തിന് ശേഷം സെയിം ടെംപ്ലേറ്റിൽ DQവിന്റെ ജോമോന്റെ സുവിശേഷങ്ങൾ ഇറങ്ങിയതും ഇവർ തമ്മിലുള്ള കമ്പാരിസൺസും കോമ്പറ്റീഷനും ട്രോളുകളും ഒക്കെ കൂട്ടി. അന്ന് കിങ് ഓഫ് കൊത്തയുടെയും ഗാങ്സ്റ്റർ ഓഫ് മുണ്ടമലയുടെയും പോസ്റ്റേഴ്സ് വെച്ചുള്ള ഫാൻ ഫൈറ്റ് നടന്നിരുന്നു. ഗാങ്സ്റ്റർ ഓഫ് മുണ്ടമല പിന്നീട് പെട്ടിയിലാവുകയും ശേഷം കുറെ കാലം പിന്നീട് കിങ് ഓഫ് കൊത്ത ഇറങ്ങുകയും കരിയറിലെ ഏറ്റവും കൂടുതൽ ലൂക്ക് DQവിന് ലഭിച്ചതൊക്കെ നമ്മൾ വിറ്റ്നസ് ചെയ്തതാണല്ലോ. ആ ഫാൻ ഫൈറ്റിനിടയിലും ബാംഗ്ലൂർ ഡേയ്സിലൂടെയും വിക്രമാദിത്യനിലൂടെയും ഇവർ രണ്ടുപേരും ഒരുമിച്ച് സ്ക്രീൻ ഷെയർ ചെയ്തിരുന്നു. മീറ്റ് യുവർ ന്യൂ ACP ആദിത്യൻ IPS. Sir, welcome to Kerala Police. And Bangalore Days was so many people's comfort movie. ഫോർ മീ പേഴ്സണലി ഒരു മൾട്ടി സ്റ്റാർ സിനിമ എങ്ങനെ 6ഉം 60ഉം പ്രായമുള്ളവർ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ എടുക്കാം എന്നതിന്റെ ഡെഫിനേഷനാണ് ബാംഗ്ലൂർ ഡേയ്സ്. ഇതൊക്കെ ചെയ്യുമ്പോൾ അർജുന്റെ മനസ്സിലൊന്നുമില്ല. അതല്ലേ നല്ലത്. സെക്കൻഡ് ഷോ ഉസ്താദ് ഹോട്ടൽ എന്നീ സിനിമകളിലൂടെ ബെസ്റ്റ് ഡെബ്യൂട്ട് ആക്ടറിനും ചാർലിയിൽ ബെസ്റ്റ് ആക്ടറിനും ഒക്കെ അവാർഡ്സ് അദ്ദേഹത്തിന് ലഭിച്ചു. ചാർലി റിലീസ് ആവുന്ന സമയത്ത് DQവിന്റെ ഫാൻ ബേസ് നല്ല ഹ്യൂജ് ആയിരുന്നു. ഫാൻസ് എല്ലാം കൊട്ടും പാട്ടുമായി അത്രയും പ്രതീക്ഷിച്ചിരുന്ന സിനിമ ആരെയും നിരാശപ്പെടുത്തിയില്ല. അങ്ങനെ ഒരു സിനിമ അതിന് മുൻപോ ശേഷമോ ഇറങ്ങിയിട്ടില്ല. അതാണ് അന്നത്തെ ദുൽഖറിന്റെ സിനിമകളുടെ മറ്റൊരു പ്രത്യേകത. ഭയങ്കര യുണീക്കുമായിരിക്കും, നല്ല ക്വാളിറ്റി ഉണ്ടായിരിക്കും. അങ്ങനെ ആസ് എൻ ആക്ടർ ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളും ആ ഒരു ഇറയിൽ പ്രൂവ് ചെയ്തതിന് ശേഷം ആ ഒരു കാലഘട്ടത്തിന് ശേഷമാണ് കോവിഡ് ടൈമിൽ സിനിമാ തിയേറ്ററൊക്കെ അടച്ചിട്ടിരുന്ന സമയത്ത് പ്രിയദർശനും ലാലേട്ടനും വരെ സിനിമകളുടെ ബോക്സ് ഓഫീസ് വിജയത്തെ ചിന്തിച്ച് സിനിമകൾ ഇറക്കാൻ വരുന്ന സമയത്തായിരുന്നു ദുൽഖർ കുറുപ്പുമായി 50% ഒക്യുപ്പേഷൻ മാത്രം വെച്ച് തിയേറ്ററിൽ വന്ന് ബ്ലോക്ക് ബസ്റ്റർ ലെവൽ അടിക്കുന്നത്. ഏറ്റവും കൂടുതൽ സൈബർ ബുള്ളിങ് ലഭിച്ചിരുന്ന ഒരു ആക്ടർ അന്ന് ഇൻഡസ്ട്രിയെ രക്ഷിച്ചു. അങ്ങനെ മലയാളത്തിലൊരു ഗംഭീര ഫിലിമോഗ്രാഫി കിങ് ഓഫ് കൊത്ത എന്ന ഏവറേജ് മൂവിയിൽ തൽക്കാലം ബ്രേക്കായി. ഇനി DQ എങ്ങനെയാണ് ഒരു പാൻ ഇന്ത്യൻ ലെവലിലേക്ക് വളർന്നത് എന്ന് നമുക്ക് നോക്കാം. 2014 കരിയറിന്റെ തുടക്കത്തിൽ തന്നെ സംസാരം ആരോഗ്യത്തിന് ഹാനികരം എന്ന സിനിമയുടെ വായമൂടി പേസവും എന്ന തമിഴ് വേർഷനിലൂടെ DQ കോളിവുഡിലെ ഡെബ്യൂട്ട് നടത്തി. ദെൻ ദ എവർഗ്രീൻ ഡയറക്ടർ മണിരത്നവും ആൻഡ് ദ ബെസ്റ്റ് മ്യൂസിഷ്യൻ AR റഹ്മാനും കൂടി വന്ന ഓക്കെ കൺമണി ഒരു കൾട്ട് റൊമാൻറ്റിക് മൂവിയായി മാറിയത്. അതിനുശേഷം തെലുങ്കിൽ മഹാനടിയും ഹിന്ദിയിൽ കർവാനും ജോയ ഫാക്ടറും ചുപ്പ് ക്രിട്ടിക്കലി വെൽ അക്ലൈംഡ് ആണ്. ആൻഡ് ഐ തിങ്ക് ഇറ്റ് ഈസ് അണ്ടർ റേറ്റഡ്. റിവെഞ്ച് ഓഫ് എൻ ആർട്ടിസ്റ്റ് എന്ന ഒരു ടോപ്പിക്ക് ഏറ്റവും ബെസ്റ്റായി ക്യാപ്ചർ ചെയ്ത സിനിമയാണ് ചുപ്പ്. തെലുങ്കിൽ സീതാരാമം അവിടുത്തെ ആദ്യത്തെ മലയാള നടന്റെ 50 CR ഓപ്പണിംഗ് എന്ന റെക്കോർഡും കൈവരിച്ചു. തമിഴിൽ ഏവറേജ് മൂവീസ് ആയിരുന്നു കണ്ണും കൊള്ളയടിന്താലും ഹേയ് സിനാമികയും. പക്ഷെ അവിടെ കുറച്ച് ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്യാൻ ആൾക്ക് സാധിച്ചു. DQ അന്യഭാഷയിൽ ചെയ്ത മൂവീസും മലയാളികൾക്ക് നന്നായി കണക്ട് ആവുന്ന സിനിമകളായിരുന്നു. നമ്മളും അത് 2 കൈയും നീട്ടി സ്വീകരിച്ചു. അങ്ങനെ എല്ലാ ഇൻഡസ്ട്രികളിലും ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്ത ശേഷം ലക്കി ഭാസ്കർ ഇറക്കി വിട്ട് കരിയറിലെ ബെസ്റ്റ് മൂവിയാക്കി മാറ്റി. ഇനി വരാൻ പോകുന്ന കാന്തക്കും ആകാശം ഓ ലോക താരക്കും മലയാളികളാണ് ഏറെ പ്രതീക്ഷയിൽ നിൽക്കുന്നത് എന്ന് ടീസറിന്റെ കമന്റ്സ് കണ്ടാൽ അറിയാം. തെലുങ്കു തമിഴ് ഓഡിയൻസും DQവിനെ നല്ല രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കൽക്കിയിലെ ചെറിയ ഒരു ക്യാമിയോ റോളിന് പോലും നല്ലൊരു ഇമ്പാക്ട് തന്നെ ഓഡിയൻസിന് കൊടുക്കാൻ കഴിഞ്ഞിരുന്നു. ഇതിനിടയിൽ 2019 DQവിന്റെ പ്രൊഡക്ഷൻ കമ്പനിയായി വേഫാറർ ഫിലിംസ് കൂടി വന്ന് 6ഓളം സിനിമകളിലും 20ഓളം ഡിസ്ട്രിബ്യൂഷനും ചെയ്തു. അങ്ങനെ ഒരു വലിയ ബ്രാൻഡായി മാറി വെറും 13 വർഷം കൊണ്ട്. റെട്രോ സ്റ്റൈലിൽ DQ പെർഫോം ചെയ്ത സിനിമയാണ് സീതാരാമം, കുറുപ്പ്, മഹാനടി എക്സെട്ര. അതിലേക്ക് ഇവയേക്കാൾ മികച്ച ഒരു പൊൻതൂവലാണ് വരാൻ പോകുന്നത് എന്ന് കാന്തയുടെ ടീസർ കണ്ടപ്പോൾ തന്നെ വ്യക്തമാണ്. അതിനുശേഷം എല്ലാവരും കാത്തിരിക്കുന്നത് മലയാളത്തിലേക്കുള്ള ഒരു റീ എൻട്രിയാണ്. മകനെ മടങ്ങി വരൂ എന്ന് പറയുന്നവർക്ക് സമാധാനിക്കാൻ സമയമായിരിക്കുന്നു. ആം ഗെയിമിന്റെ അപ്ഡേറ്റ്സ് ഒക്കെ ഇനി പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. എനിക്ക് വേറൊരു സംശയമുണ്ട്. കുഞ്ഞിക്ക എന്ന് വിളിച്ചിരുന്ന ഫാൻസ് ആ പേരെന്നെ മറന്നുപോയെന്തോ, എവിടെയും കേൾക്കാനില്ലപ്പോ. ആൻഡ് അറ്റ് ലാസ്റ്റ് ഒരു ചോദ്യം കൂടി. ഈസ് കിങ് ഓഫ് കൊത്ത ദാറ്റ് മച്ച് വേഴ്സ്? നാടക ഡയലോഗ്സും ഇമ്പാക്റ്റ് ഇല്ലാത്ത വില്ലനെയും ഒഴിച്ചു നിർത്തിയാൽ ഇത്രയും ഊക്കിനുള്ള വകുപ്പുണ്ടോ ആ സിനിമയിൽ? നിങ്ങളിൽ ഓരോരുത്തർക്കും ഓരോ ഒപ്പീനിയൻസ് ആവും. ഐ റെസ്പെക്ട് ദാറ്റ്. എന്ത് തന്നെ ആയാലും നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് ചെയ്യും. വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് DQ മൂവി? ആൻഡ് ഡു യു ഹാവ് എനി മെമ്മറീസ് ഓർ നൊസ്റ്റാൾജിക് മൂമെന്റ്സ് വിത്ത് DQ's ഫിലിംസ്? കമന്റ് ഡൗൺ. ബൈ ബൈ.